റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅദുമിൻ, 7 ഓർഗൻസിൽ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയുണ്ടായി. അലൽ ജബഹ, ഫോർഹെഡ്, നെറ്റി, വഅശാറ ബിയദിഹി അലാ അൻഫിഹി, നെറ്റി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂക്കിലേക്ക് ചൂണ്ടുകയുണ്ടായി. അതായത് 7 അവയവങ്ങൾ നമ്മുടെ ഫ്ലോറിൽ നിലത്തിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്. വലിയതൈനി, 2 കൈകൾ, കൈകൾ എന്ന് പറഞ്ഞാൽ കൈപ്പത്തി. അതുപോലെ തന്നെ വറുക്കുബത്തൈൻ, 2 കാൽമുട്ടുകൾ. വഅത്റാഫൽ ഖദമൈൻ, അതേപോലെ തന്നെ കാലിന്റെ ഈ അറ്റങ്ങൾ ഇതിങ്ങനെ ആക്കിയിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെയല്ല, നിലത്ത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആക്കിയിട്ട് അത് ഖിബിലയിലേക്ക് ഇതിന്റെ അറ്റങ്ങൾ അത്റാഫൽ ഖദമൈൻ, ഈ തുറഫുകൾ ഖിബിലയിലാക്കി കൊണ്ടുവെക്കാം. അങ്ങനെ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. പലരും സുജൂദിൽ വരുത്തുന്ന ഒരു തെറ്റ്, കൈകൾ ഇങ്ങനെ പരത്തി വെക്കുന്നത് കാണാം സുജൂദ് ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, യഅ്തദിലു ഫി സുജൂദ്, സുജൂദിൽ നിങ്ങൾ വളരെ ക്രമമായി കൃത്യമായി നിൽക്കണം. ലാ യബ്സുതു അഹദുക്കും ദിറാഇഹി ഇംബിസാത്തുൽ കൽബ്, നിങ്ങൾ ഒരാളും ഈ ഡോഗ് കിടക്കുന്ന പോലെ സുജൂദിൽ കിടക്കരുത്. അതെന്താ? ഈ കൈപ്പത്തി വെച്ചിട്ട് ഇങ്ങനെ ഈ കൈകൾ ഉയർത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പരത്തി വെച്ചാൽ ഡോഗ് കിടക്കുന്ന പോലെ അത് ചെയ്യാൻ പാടില്ല. അത് നിസ്കാരത്തിൽ വരുന്ന ഒരു തെറ്റാണ്, പലരും ചെയ്യുന്നത് കാണാം. അപ്പൊ അത് സഹോദരങ്ങളെ, പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക.